എന്താ ടേസ്റ്റ്, സ്വാദ് സൂപ്പറാണ്. അപ്പോൾ ഇന്ന് പതിവ് ജോലികളൊക്കെ കഴിഞ്ഞ് ഓഫീസ് പണിയും ഒക്കെ കഴിഞ്ഞിട്ട് എന്താ സ്വീറ്റ് ഉണ്ടാക്കുക എന്നുള്ള ആലോചനയിലായപ്പോൾ ഒരു വെറൈറ്റി കാര്യം മനസ്സിൽ ഓർമ്മ വന്നു. അങ്ങനെ കടലയും കൂടെ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് എല്ലാ പൊടികളും ചേർത്തിട്ടോ, റാഗിപ്പൊടി, ജോവാർ പൊടി, അതുപോലെ തന്നെ നമ്മുടെ ബേസൻ ഫ്ലവർ എന്ന് വെച്ചാൽ കടലയുടെ പൊടി, കടലപ്പരിപ്പിൻ്റെ പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടി, ഗോതമ്പ് പൊടി, അങ്ങനെ വീട്ടിലെ എല്ലാ പൊടികളും ചേർത്തിട്ട് കുറച്ച് ശർക്കരയും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു കേട്ടോ. എന്നിട്ട് അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്നിട്ട് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്തത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അത് വീണ്ടും പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കാച്ചി കുറുക്കിയെടുത്തു. അതിനുശേഷം പിന്നെ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തപ്പോൾ അതിങ്ങനെ പാനിന്ന് വിട്ട് വരുന്ന ഒരു പരുവായപ്പം അതിനെ ഓഫ് ചെയ്തിട്ട് സംഭവം വാങ്ങി വെച്ചു. ഇത് നല്ലൊരു സ്വീറ്റായിരുന്നു. അപ്പോൾ നെയ്യ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, ഇത് വിട്ട് വരുന്നവരെ കേട്ടോ. നല്ലൊരു സ്വീറ്റാണ്, കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാം, അടിപൊളിയാണ്, ട്രൈ ചെയ്യൂ.